ഹായ്. ഈ യൂട്യൂബ് തുടങ്ങിയതിന് ശേഷമാണ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞതിന് എത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്. പണ്ടൊക്കെ സബ്സ്ക്രൈബേഴ്സ് എന്ന് കേട്ടിട്ടുണ്ട്, ഇത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ നമ്മൾ യൂട്യൂബ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണത്തിന് നമുക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നമ്മളുടെ പരിചയക്കാരോടും സുഹൃത്തുക്കളോടും ബന്ധുക്കളോടും ഒക്കെ നമ്മളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നമ്മളുടെ യൂട്യൂബിൻ്റെ ലിങ്ക് അവർക്ക് അയച്ചു കൊടുക്കും. ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറയുമ്പോൾ കുറേ ആളുകൾ അവർക്ക് കറക്റ്റായിട്ട് എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. പക്ഷേ അറിയില്ല എന്ന് പറയാൻ ചില ആൾക്ക് മടിയായതുകൊണ്ട് അവർ പറയും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അവർ ചിലപ്പം ചെയ്തു എന്ന് വരും, ചിലപ്പം ചെയ്തില്ല എന്നും വരും. ചില ആളുകൾക്ക് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടും അവർ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ അവർക്കറിയില്ല ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആരെങ്കിലും യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞ് അയച്ചു തരുമ്പോൾ അതിലുണ്ടാകുന്ന ആ ലിങ്കിൽ നമ്മൾ വിരൽ കൊണ്ടൊന്ന് തൊടുക. അപ്പം ആ യൂട്യൂബ് ചാനലിൻ്റെ പേജ് ഓപ്പണായിട്ട് വരും. ഓപ്പണായിട്ട് വരുമ്പോൾ നമ്മളുടെ പേരൊക്കെ മുകളിൽ കൊടുത്തതിൻ്റെ താഴെ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലം കാണാം. ആ സബ്സ്ക്രൈബ് എന്ന് എഴുതിയതിൻ്റെ മേലെ ഒന്ന് തൊടുക മാത്രം. അപ്പോൾ 2 ടച്ചുകൾ മാത്രമേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി. ഒന്ന് ആ ലിങ്കിൽ തൊടുക, ഒന്ന് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ് എഴുതി കാണിച്ച ആ സ്ഥലത്ത് തൊടുക. അപ്പോൾ അത് സബ്സ്ക്രൈബ്ഡ് എന്നായി മാറും. ഇത്ര മാത്രമേ നമ്മൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഇതിന് സമയത്തിൻ്റെ ആവശ്യമില്ല. 2 സെക്കൻഡ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത്. പിന്നെ പണച്ചെലവ് ഒന്നുമില്ല. നമ്മളൊരു പൈസയും അതിന് വേണ്ടി ചില ആൾക്ക് അങ്ങനെ സംശയമുണ്ട്. നമ്മൾ ഈ സബ്സ്ക്രൈബ് ചെയ്യുമ്പം എന്തെങ്കിലും പൈസേൻ്റെ ചിലവുണ്ടോ എന്നുള്ള ഇത് ടെൻഷൻ എടുക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ വിചാരിക്കും ഇതെന്തോ ഒരു നൂലാമാലകളിലേക്ക് പോവാണ്, നമ്മൾ വേണ്ടാത്ത ഇതിലൊന്നും ടച്ച് ചെയ്യാൻ പോകണ്ട എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ആർക്കും നഷ്ടമില്ലാത്ത ഒരു ഉപകാരമാണ്. വെറും 2 സെക്കൻഡ് കൊണ്ട് നമ്മൾ ഒരു ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അത് വലിയൊരു ഗുണമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കും അറിയില്ലായിരുന്നു. ഞങ്ങളൊക്കെ ആദ്യം ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞപ്പം ഇതെവിടെയാണ് പ്രസ് ചെയ്യേണ്ടത്, ഇത് നമുക്ക് ഫേസ്ബുക്കിൽ ലൈക്കും കമൻറ്റും മാത്രം ചെയ്തിട്ടുള്ള ശീലമാണ്. അതുകൊണ്ട് ഈ സബ്സ്ക്രൈബ് എന്ന് പറയുമ്പോൾ എന്താണെന്നുള്ളത് അറിയില്ലായിരുന്നു ആദ്യമൊന്നും. പക്ഷേ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷമാണ് നമുക്കും മനസ്സിലാവുന്നത് വെച്ചാൽ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇത്രയും കുറേ സബ്സ്ക്രൈബേഴ്സ് കൂടി വരുമ്പോഴാണ് യൂട്യൂബ് ചാനൽ അവരെ പരിഗണിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയാണ് അവരെല്ലാവരോടും ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് പറ്റുന്ന നഷ്ടമില്ലാത്ത ഒരു ഉപകാരം അവർക്ക് ചെയ്തു കൊടുക്കുന്നതാണ് നല്ല കാര്യം. അതിന് പണച്ചിലവില്ല എന്നുള്ളത് മെയിൻ കാര്യം. ചില ആളുകൾ വിചാരിക്കുന്നത് എന്തോ നമ്മൾ പൈസ അതിനടക്കേണ്ടി വരുന്നോ അങ്ങനെ എന്തോ പേടിച്ചിട്ടാണ്. ചില ആൾക്കാർ പറയും അയ്യോ സമയമില്ലാത്തതുകൊണ്ടാണ് ചെയ്യാത്തതെന്ന് പറയും. പക്ഷേ ഇതിനങ്ങനെ സമയത്തിൻ്റെ ആവശ്യമില്ല. വെറും 2 സെക്കൻഡ് മാത്രമേ നമുക്ക് ഇത് ചെയ്യാൻ ആവശ്യമുള്ളൂ. പിന്നെ ചില ആൾക്കാർ പറയുന്ന റീസൺ എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയാത്തതുകൊണ്ട്. അതിപ്പോൾ എല്ലാവർക്കും എല്ലാം അറിഞ്ഞോളണമെന്നില്ല. അങ്ങനെ നമുക്ക് യൂട്യൂബിലൊന്നും ചില ആൾക്കാർ പറയും യൂട്യൂബ് എന്നൊക്കെ പറഞ്ഞാൽ എന്തോ ഭയങ്കര സംഭവമാണ്, നമ്മളതൊക്കെ ചെയ്തിട്ട് വെറുതെ എന്തിനാണ് അതിലേക്കൊക്കെ പോയിട്ട് പിന്നെ പ്രശ്നമാവും, അതുകൊണ്ട് വേണ്ട, അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ പറയും ഞാൻ ബന്ധുവിൻ്റെ വീട്ടിലാണ് അല്ലെങ്കിൽ വേറെ എവിടെയോ യാത്ര പോയിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിശദമായിട്ട് വോയിസ് മെസ്സേജ് അയക്കുക വരെ. ഞങ്ങളിപ്പോൾ ഇവിടെ ഇല്ല, നാട്ടിൽ പോയിരിക്കുകയാണ് അല്ലെങ്കിൽ ബന്ധുവിൻ്റെ വീട്ടിൽ പോയിരിക്കുകയാണ്, വന്നിട്ട് പിന്നെ ചെയ്യാൻ കിട്ടുമെന്ന് പറയില്ലേ. ആ എഴുതുന്ന വോയിസ് മെസ്സേജിൻ്റെ അത്രയും ടൈം വേണ്ട, അതിൻ്റെ 10-1 സമയം വേണ്ട ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി. പക്ഷേ അവർ അങ്ങനെ പറഞ്ഞ് നമുക്ക് എഴുതും പിന്നെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട്. ചില ആൾക്കാർ പറയും പിന്നെ എന്താണ് എൻ്റെ ഇതിൽ എന്താണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത എൻ്റെ വീട്ടിലുള്ളവർക്കൊക്കെ ചിലപ്പോൾ അത്ര ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ നിന്നും വരുന്നത്, അതുകൊണ്ട് ഞാൻ ഇതിനൊന്നും നിൽക്കാത്തത് എന്ന് ചില ആൾക്കാർ പറയും. അങ്ങനെ പല പല റീസൺസ് ചില ആൾക്കാർ പറയാറുണ്ട്. ചില ആൾക്കാർ പറയുന്നത് വാലിഡായ റീസൺ തന്നെയാണ്. ചില ആൾക്കാർ പിന്നെ താല്പര്യമില്ലായ്മ കൊണ്ട് എന്തെങ്കിലും ഒരു റീസൺ പറയണ്ടേ എന്ന് വെച്ച് പറയുന്ന ആൾക്കാരും ഉണ്ട്. എന്തായാലും യൂട്യൂബ് ചാനൽ തുടങ്ങിയ ആളുകൾക്ക് സബ്സ്ക്രിപ്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അവർ ഒന്നൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്ന് നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ആ ഇത്രയും നിസ്സാരമായൊരു കാര്യം, നമ്മളെ സംബന്ധിച്ച് വളരെ നിസ്സാരമായ, പൈസ ചിലവില്ലാത്ത, അത് മെയിൻ പറയേണ്ട കാര്യമാണ്, പൈസ ചിലവില്ലാത്തൊരു കാര്യമാണിത്. പിന്നെ നമുക്ക് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല. വെറും 2 സെക്കൻഡിൽ നമ്മളുടെ വിരൽ കൊണ്ട് 2 സ്ഥലത്ത് തൊടുക മാത്രമേ ചെയ്യണ്ടൂ. അതുകൊണ്ട് വേറൊരാൾക്ക് ഗുണം കിട്ടുകയാണെങ്കിൽ നമ്മളത് ചെയ്തു കൊടുക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതെന്ന് കുറേ ആളുകൾക്ക് അറിയില്ല. അപ്പോൾ അവർക്ക് ചിലപ്പോൾ പറയാനുള്ള മടിയുണ്ടാവും, എങ്ങനെയാണ് സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയാൻ മടിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഒന്ന് ചെയ്തിട്ടുള്ളത്. ഓക്കെ, എല്ലാവരും എനിക്കും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നവർക്ക് ഒരു മടിയും കൂടാതെ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുമല്ലോ. ഓക്കെ.